നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീന വിജയിച്ചിരുന്നു. മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് പെറുവിനെ പരാജയപ്പെടുത്തിയത്. മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നും ലൗറ്ററോയായിരുന്നു വിജയ ഗോൾ നേടിയത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള അർജന്റീന വേൾഡ് കപ്പ് യോഗ്യതയുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിക്ക് കീഴിൽ ഇപ്പോഴും അർജന്റീന ആ ഒരു മികവ് തുടരുകയാണ്. അദ്ദേഹം ഇപ്പോൾ അർജന്റീനയുടെ പരിശീലകനായിട്ട് 6 വർഷത്തോളമായി. അതിൻ്റെ കണക്കുകൾ സെലക്ഷൻ അർജന്റീന തന്നെ തങ്ങളുടെ ആ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. സ്കലോണിക്ക് കീഴിൽ ഒരു വേൾഡ് കപ്പ് നേടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടി. അതുപോലെ തന്നെ ഫൈനലിസമയും നേടി. അങ്ങനെ 4 കിരീടങ്ങളാണ് സ്കലോണിക്ക് കീഴിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി നിലവിൽ സൗത്ത് അമേരിക്കൻ ക്വാളിഫയറിൽ അഥവാ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അർജന്റീന തന്നെയാണ്. വേൾഡ് കപ്പ് യോഗ്യതയുടെ തൊട്ടരികിലെത്താൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫിഫ റാങ്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അർജന്റീന ഒന്നാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ അവസാനത്തെ 5 വർഷങ്ങൾക്കിടയിൽ കേവലം 4 തോൽവികൾ മാത്രമാണ് അർജന്റീനയ്ക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇത് സ്കലോണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ അപൂർവമായി കൊണ്ട് മാത്രമാണ് സ്കലോണിക്ക് കീഴിൽ അർജന്റീന പരാജയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കലോണിക്ക് കീഴിൽ ആകെ 83 മത്സരങ്ങളാണ് അർജന്റീന കളിച്ചിട്ടുള്ളത്. അതിൽ 48 മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് നേടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഒരു പ്രതിരോധ മികവ് തന്നെയാണ് നമുക്കവിടെ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ 83 മത്സരങ്ങൾ കളിച്ചതിൽ 80% മത്സരങ്ങളിലും വിജയിക്കാൻ സ്കലോണിയുടെ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം മത്സരങ്ങളും അർജന്റീന വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മത്സരങ്ങളിൽ നിന്നായി ആകെ 158 ഗോളുകളാണ് അർജന്റീന ഇദ്ദേഹത്തിന് കീഴിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. കേവലം വളരെ കുറച്ച് ഗോളുകൾ മാത്രമാണ് അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അൺബീറ്റൻ സ്ട്രീക്ക് അഥവാ അപരാജിത കുതിപ്പ് നടത്താനും ഇദ്ദേഹത്തിന് കീഴിൽ കഴിഞ്ഞിട്ടുണ്ട്. 36 മത്സരങ്ങളിൽ പരാജയപ്പെടാതെ ഒരു വലിയ അപരാജിത കുതിപ്പ് തന്നെ അർജന്റീന നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് സ്കലോണിക്ക് കീഴിലുള്ള ഒരു അർജന്റീനയുടെ നേട്ടങ്ങൾ. തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു നേട്ടങ്ങളാണ്. ഇനിയിപ്പോൾ മാർച്ച് മാസത്തിലാണ് സ്കലോണി തൻ്റെ ടീമിനെയും കൊണ്ട് കളിക്കളത്തിലേക്ക് എത്തുക. വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് അവിടെ കാത്തിരിക്കുന്നത്. കരുത്തരായ ഉറുഗ്വേയും ബ്രസീലുമാണ് അർജന്റീനയുടെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.